മനോജ് കെ ജയൻ, കോട്ടയത്തിന്റെ അഭിമാനമായ, കേരളത്തിന്റെ അഭിമാനമായ നമ്മുടെ സ്വന്തം കുട്ടൻ തമ്പുരാൻ. നമ്മളെല്ലാം പോലെ മീനച്ചിലാറിന്റെ തീരത്ത് ജനിച്ചു വളർന്ന് കോട്ടയം ടൗണിൽ തകർത്താടിയ നമ്മുടെ സ്വന്തം മനോജ് കെ ജയൻ. ഒരു പരിചയപ്പെടുത്തലിന്റെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു മഹത് വ്യക്തിത്വമാണ് അദ്ദേഹം. ഒരുപാട് സിനിമകൾ നമുക്ക് സമ്മാനിച്ച കുട്ടൻ തമ്പുരാൻ എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിക്കൊണ്ട് ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മൾക്ക് മുന്നിൽ അഭിനയിച്ച് തെളിച്ച മഹാപ്രതിഭ. We are truly privileged to have this versatile actor, Shri Manoj K. Jain, with us, and we welcome you to this honor celebration of Houston KCS. Along with Shri Manoj K. Jain, we have the executive members of Houston KCS. നമ്മുടെ എല്ലാം സ്വകാര്യ അഭിമാനമായ നമ്മുടെ മേയർ റോബിൻ എലക്കാട്ട്, നമ്മളിൽ ഒരുവനായ റോബിൻ എലക്കാട്ട്, മേയറിന്റെ തൊട്ടുപുറകില് നമ്മുടെ എല്ലാമായ നാഷണൽ കൗൺസിൽ മെമ്പേഴ്സ്. അതെ, അതോടൊപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയ ടോംസ് ലൈസൺ, followed by all the Houston KCS executives, the pillar of Houston executives of this year. അതിന് തൊട്ടുപുറകിലായിട്ട് നമ്മുടെ കൊച്ചു പുലിക്കുട്ടികൾ ഓണം കൊഴിപ്പിക്കാനായിട്ട് നമ്മോടൊപ്പം ചേർന്നിരിക്കുന്ന നമ്മുടെ മിടുമിടുക്കരായ പുലിക്കുട്ടിയുടെ തൊട്ടുപുറകിൽ വേട്ടക്കാരനുമുണ്ട്. അതുകൊണ്ട് ബി കെയർഫുൾ. അതുപോലെ നമ്മുടെ ജൂനിയർ മാവേലീസ്, നമ്മൾ ഓൾറെഡി അവരുടെ കഴിവുകളൊക്കെ കണ്ടു കഴിഞ്ഞു. നമ്മുടെ ജൂനിയർ മാവേലീസ് followed by our national council members. അതിന് തൊട്ടുപുറകിലായി ഫൊറോനകൾ, അവരുടെ ഭാരവാഹികൾ. First we have കൈപ്പുഴ ചുങ്കം ഫൊറോന along with all the താലപ്പൊലി people. അതിന്റെ തൊട്ടുപുറകിൽ കോട്ടയം മലബാർ ഫൊറോന. അതിന് തൊട്ടുപുറകിലായി കിടങ്ങൂർ കടുത്തുരുത്തി ഫൊറോനയിലെ സുന്ദരികൾ എല്ലാവരും തന്നെ അണിനിരുന്നിട്ടുണ്ട്. അതിനും തൊട്ടുപുറകിലുമായി നമ്മുടെ ഉഴവൂർ, നല്ല ചക്കയും മാങ്ങയും എല്ലാമുള്ള ഉഴവൂർ ഫൊറോന, മാവേലി. അവർക്ക് തൊട്ടുപുറകിൽ നമ്മുടെ കേരളത്തിന്റെ തനത് ശൈലിയായ കഥകളി. എല്ലാവരും ഒന്ന് നോക്കിക്കേ, നമ്മുടെ കഥകളി നമ്മുടെ കൺമുൻപിൽ ഇതാ വന്ന് നിൽക്കുന്നു. നമുക്ക് കേരളത്തിലേക്ക് പോകേണ്ട ഒരാവശ്യവുമില്ല. നമ്മുടെ തൊട്ടുമുന്നിൽ കഥകളി എത്തിയിരിക്കുന്നു. ഓണം പൊഴിപ്പിക്കാനും ഓണത്തിന്റെ എല്ലാ കളർഫുൾ പകിട്ടേകാനും കഥകളി കേരളത്തിൽ വന്നിരിക്കുന്നു. നമ്മുടെ ചെണ്ടമേളക്കാര് ഈ ഓണം പൊഴിപ്പിക്കാനായി നമുക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മുടെ സ്വന്തം ജനങ്ങളും
All right, thank you so much. We're going to officially start the meeting and over to the Vice President of Eastern KCS, Ms. Smita Robbie. ഹിസ്റ്റോറിക്കൽ ഫിലിമായ പഴശ്ശിരാജയിലെ
തലക്കെട്ടാണ് തുമ്പക്കാറ്റും തുമ്പപ്പാട്ടിൻ മേളം. അത് ചെന്നീന്റെ அப்படி கண்ணால வளர்கிறது அடியில கண்ணு கண்ணு ജനഹൃദയങ്ങളിലേക്ക് സല്ലാപം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ ദിവാകരൻ. ഞാൻ ജീവനോട് ഇരിക്കാൻ ചിലപ്പോൾ ഒരുപക്ഷെ മനോജേട്ടനായിരിക്കും കാരണം, അല്ലെങ്കിൽ ഞാൻ ട്രെയിൻ കൊണ്ടുപോയിട്ടുണ്ട്. ആർക്കൊക്കെ വേണമെങ്കിലും എനിക്ക് പറയുന്നുണ്ട്. ഓരോ സിനിമാ സെറ്റും ഓരോ സ്കൂളായി ഓരോ സംവിധായകനും ബ്രില്യന്റ് അധ്യാപകരായി കാണുന്ന തന്റെ കലാജീവിതത്തെ ദൈവതുല്യം സ്നേഹിക്കുന്ന ഏത് വേഷങ്ങളും കൈപ്പിടിയൊടുക്കുന്ന ഈ അതുല്യനാഥനെ നിറഞ്ഞ കരഘോഷങ്ങളോടെ ഈ ഓണാഘോഷ വേദിയായ തുമ്പക്കുരലിലേക്ക് ക്ഷണിക്കുന്നു. ഇല്ല, എന്നെ കൺട്രോളിന് ആളുകൾ. നീ വാ. ഇല്ല, നീ ഒന്നും പറഞ്ഞത് നീ സംസാരിക്കാൻ പറ്റും. വാ. സ്നേഹമുള്ളവരെ, നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കുകയാണ്. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് നിശബ്ദമായിട്ടിരിക്കണം. പ്രയർ സോങ് ചെയ്യുന്നതിന് വേണ്ടി നെസാർ കരിപ്പറത്തിനെ ക്ഷണിക്കുന്നു. Boys, go back.
പ്രകൃതിക്ഷോഭത്തിൽ മരണമടഞ്ഞ 4 ആൾക്കാരുടെ ആത്മശാന്തിക്കും നമ്മുടെ ഇടയിൽ നിന്ന് കഴിഞ്ഞ ദിവസം മരണമടഞ്ഞ പോൾ മാർട്ടിലിന്റെ ആത്മശാന്തിക്ക് വേണ്ടിയും നമ്മൾക്കെല്ലാവർക്കും 1 മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് ആദരിക്കാം. എല്ലാവർക്കും ഇരിക്കാം. നമ്മുടെ മീറ്റിംഗ് ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും ഹ്യൂസ്റ്റൺ KCSന്റെ ഓണാശംസകൾ നേരുന്നു. ആദ്യമായി സ്വാഗത പ്രസംഗത്തിനായി നമ്മുടെ സോഷ്യൽ കോർഡിനേറ്റർ സ്മിത റൂബി തൈക്കാടിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്യാതിഥികളെ, സ്നേഹം നിറഞ്ഞ ക്രിസ്തുവായ സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ആദ്യമേ തന്നെ ഏവർക്കും തിരുവോണത്തിൻ്റെ നേരുന്നു. ഈ സമ്മേളനത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. എൻ്റെ പേര് സ്മിത ബോബി തൈക്കാട്. ഹ്യൂസ്റ്റൺ KCSന്റെ ഈ വർഷത്തെ ഓണാഘോഷത്തിൻ്റെ മുഖ്യ അതിഥിയായി പങ്കെടുക്കണമെന്ന് ഞങ്ങൾ ക്ഷണിച്ചപ്പോൾ തന്നെ ഒരു മടിയും കൂടാതെ ഇവിടെ വരാമെന്ന് സമ്മതിക്കുകയും കൃത്യസമയത്ത് എത്തിച്ചേരുകയും ചെയ്ത കേരളത്തിൻ്റെ അഭിമാന കലാസാമ്രാട്ട് നമ്മുടെ സ്വന്തം ശ്രീ മനോജ് K. ജയനെ നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും KCSന്റെ എക്സിക്യൂട്ടീവിൻ്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഞങ്ങളുടെ നാട്ടുകാരനാണ് എന്നതിൽ സന്തോഷവും അഭിമാനവും തോന്നുന്നു. എന്നും നമ്മോടൊപ്പമുള്ള നമ്മുടെ സ്വന്തം മേയർ ശ്രീ റോബിൻ ഇലക്കാട്ടിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ സമ്മേളനത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും എക്സിക്യൂട്ടീവിൻ്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇറ്റലിയിൽ നിന്നും ഇവിടെ എത്തിയിരിക്കുന്ന ഇറ്റലിയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ കൗൺസിലർ ഗ്രാനാക്കാട് അഭിമാനം ശ്രീ ടോംസ് ലൈസൺ വാല്യപ്പറമ്പിലിനെ സ്നേഹപൂർവ്വം ഞാൻ ഈ സമ്മേളനത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരുടെയും പേരിലും എക്സിക്യൂട്ടീവിൻ്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്നത്, അത് നടത്തിക്കൊണ്ട് പോവുക എന്നത്, ഇതിൻ്റെയൊക്കെ പുറകിൽ വളരെ കഷ്ടപ്പാടുണ്ട്. ഏറ്റവും ആത്മാർത്ഥയോടുകൂടി ഇതിനു വേണ്ടി പരിശ്രമിക്കുന്ന ഹ്യൂസ്റ്റൺ KCSന്റെ അമരക്കാരൻ പ്രസിഡന്റ് ശ്രീ സിറിൽ ജോസ് തൈപ്പറമ്പലിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും നാഷണൽ കൗൺസിൽ മെമ്പേഴ്സിനെയും ബിൽഡിംഗ് ബോർഡ്, ലൈസൻസ് ബോർഡ്, സബ് ഓർഗനൈസേഷൻ മെമ്പേഴ്സിനെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അവസാനമായി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നിങ്ങൾ ഓരോരുത്തരെയും, അതുപോലെ തന്നെ ഫോറിനർ കോർഡിനേറ്റേഴ്സിനെയുമാണ്. കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുകയും പരിപൂർണ സപ്പോർട്ട് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ സ്വാഗതം അർപ്പിക്കുകയും അതോടൊപ്പം ഒരു നല്ല ഓണാശംസകൾ നേരുകയും ചെയ്യുന്നതുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സ്മിത. അടുത്തതായി പ്രസിഡന്റ് സ്പീച്ചിനായി സിറിൽ ജോസ് തൈപ്പറമ്പിലിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഈ യോഗത്തിൻ്റെ വിശിഷ്ട അതിഥി, നമ്മുടെ മലയാളത്തിൻ്റെ സൂപ്പർ ഹീറോ, കോട്ടയത്തിൻ്റെ അഭിമാനം, സേജ് മൗണ്ടിൻ്റെ സ്വകാര്യ സ്വത്ത്,
നമ്മുടെ പ്രിയങ്കരനായ മനോജ് കെ ജയൻ, അധികം വിശേഷണങ്ങൾക്ക് ആവശ്യമില്ലാത്ത നമ്മുടെ തന്നെ കാന സമുദായത്തിൻ്റെ അഭിമാനമായ നമ്മുടെ മിസൂറി സിറ്റിയുടെ മേയർ റോബിൻ എലക്കാട്, നമ്മുടെ ഇറ്റലിയിൽ നിന്ന് വന്നിരിക്കുന്ന നമ്മുടെ യുവ സുഹൃത്തും കൂടിയായ പഴയ KCY അനുഭാവി പ്രവർത്തകനും കൂടിയായ ടോംസ് ലൈസൺ, എൻ്റെ പ്രിയപ്പെട്ട എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട SKCS കുടുംബാംഗങ്ങളെ, നമുക്കറിയാം നന്മയുടെയും സാഹോദര്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെ ഒക്കെ പ്രതീകമായ ഓണം ഇന്ന് നമ്മളിവിടെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ വളരെ പ്രൗഢോജ്വലമായ രീതിയിൽ നമ്മളിവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനാദ്യം തന്നെ എനിക്ക് പേരെടുത്ത് നന്ദി പറയേണ്ട കുറച്ച് വ്യക്തികളുണ്ട്. ഒന്ന് വേറെ ആരും തന്നെയല്ല, ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ഈ എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ്. വൈസ് പ്രസിഡന്റ് സ്മിത റോബി കടവിൽ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയോടുകൂടി ചിട്ടയോടുകൂടി എല്ലാം അതിൻ്റെ അർത്ഥത്തിൽ നടക്കുന്നുണ്ടോ എന്ന് എല്ലാ ദിവസവും തന്നെ ഞങ്ങളെല്ലാവരെയും വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്മിതയ്ക്ക് പ്രത്യേകം നന്ദി. അതുപോലെ തന്നെ സെക്രട്ടറി നമുക്കറിയാം വിനീത്, കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം വിനീതിൻ്റെ കയ്യിൽ അതെല്ലാം ഭദ്രമാണ്. ഒരു ടെക്സ്റ്റിൻ്റെ ആവശ്യമുള്ളൂ. ഹി ക്യാൻ ടേക്ക് കെയർ ഓഫ് എവറിത്തിങ്. സോ വിനീത് അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും പുള്ളി ഓടി നടന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ ജോർജേട്ടൻ നമുക്കറിയാം. അതുപോലെ സോഷ്യൽ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്മുടെ സ്മിത ബോബി റൈക്കാട്ട്, നമ്മുടെ ഈ കൊറോണ ഇന്നത്തെ പരിപാടികൾക്ക് മുഴുവൻ ചുക്കാൻ പിടിച്ചിരിക്കുന്നത്, കോർഡിനേഷൻ ചെയ്തിരിക്കുന്നത് സ്മിതയാണ്. പ്രത്യേക അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ട്രഷറർ വിശാൽ, നമുക്കറിയാം ഈ ഇടയ്ക്ക് നമ്മൾ 200 രൂപ നമ്മുടെ മെമ്പർഷിപ്പ് നമ്മളെല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിത്ത് ഡ്യൂസ്. ഈ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് പുള്ളിക്ക് ഉറക്കയില്ല. അതുപോലെ കോൾസും ടെക്സ്റ്റ് മെസ്സേജസും ഒക്കെയാണ് പുള്ളിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേക അഭിനന്ദനങ്ങളും. അതുപോലെ നമ്മുടെ സർവീസ് എക്സിക്യൂട്ടീവായ നമ്മുടെ ഡോക്ടർ നവീൻ പതി, ഇവരെല്ലാവരും യങ്സ്റ്റേഴ്സാണ്. ഈ ജോലി ഇടയിലും അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ഇടയിലും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് ഇതിന് സമയം കണ്ടെത്തുവാൻ സാധിക്കുന്നത്, ഈ ഇതുപോലെ നല്ലൊരു പരിപാടി നടക്കുന്നത് തീർച്ചയായിട്ടും ഇവരുടെ എല്ലാ സഹകരണം കൊണ്ടാണ്. കൂടാതെ വളരെ നമ്മുടെ കൂടുതലുള്ള മറ്റ് ബോർഡംഗങ്ങളായ നമ്മുടെ ബിൽഡിംഗ് ബോഡി ട്രഷറർ റീചേട്ടന്, ബോജേട്ടന്, സെക്രട്ടറി റീചേട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ ലൈസൻസ് ബോർഡ് മെമ്പേഴ്സായിട്ടുള്ള നമ്മുടെ റോബർട്ട്, റീജു, സാബുചേട്ടൻ, സബ് ഓർഗനൈസേഷൻ അംഗങ്ങൾ, ഇവരെല്ലാവരുടെയും കൂട്ടായ ഉത്തരവാദിത്വം. അതുപോലെ നമ്മുടെ ഓഡിറ്റർ ജോ. ഇതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ നല്ലൊരു പരിപാടി നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം ഈ വർഷം നമുക്ക് അതുപോലെ നല്ല സപ്പോർട്ടാണ് തന്നിരിക്കുന്നത്. ഇതിനെല്ലാം ഈ ഒരു അവസരത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്ന സമയത്തിൽ ഇതിനോട് വളരെയധികം സന്തോഷത്തോടെ അതിൻ്റെ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ, ധാരാളം പ്രവർത്തനങ്ങൾ നമ്മൾ ഇനി പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്കിനി അധികം സമയമില്ല. ഇതിന് അടുത്തതായിട്ട് നമ്മൾ നല്ലൊരു ഫാമിലി ക്യാമ്പിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ സബ് ഓർഗനൈസേഷൻ നേതൃത്വത്തിലുള്ള നമ്മുടെ അടുത്ത പരിപാടി ക്രിസ്മസ് പ്രോഗ്രാമാണ്. ഇതിനെല്ലാം നിങ്ങളുടെ നിറകഴിഞ്ഞ ഹൃദയപൂർവമായ ഒരു സഹകരണം നമ്മൾ ഈ ഒരു അവസരത്തിൽ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് ഈ ഒരു കൊറോണ തരത്തിലുള്ള പരിപാടികൾ നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മുടെ ഒരു വികാരമായിരുന്നു, നമ്മുടെ ഒരു ആവശ്യമായിരുന്നു. അത് ഈ വർഷം തുടക്കത്തിൽ തന്നെ നമ്മളത് ഞങ്ങളുടെ എക്സിക്യൂട്ടീവിനോട് അവതരിപ്പിക്കുക, അതുപോലെ സബ് ഓർഗനൈസേഷൻ അംഗങ്ങളോടൊക്കെ അവതരിപ്പിച്ചപ്പോൾ അവരെല്ലാം നല്ല സന്തോഷത്തോടുകൂടിയുള്ള ഒരു സമീപനമാണ് ഈ ഒരു കാര്യത്തിൽ. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു കൊറോണ, കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കൊറോണ തലത്തിലുള്ള കൂട്ടായ്മകൾ നമുക്ക് ആവശ്യമാണ്. കാരണം നമുക്കറിയാം നമ്മളെല്ലാവരും കോട്ടയത്ത് നിന്ന് വന്നവരാണ്. കോട്ടയം അതിരൂപതയുടെ ഭാഗമായ കൊറോണയിൽ നിന്നും ആ ഒരു അത് മറക്കാതെ, നമ്മൾ വന്ന വഴികൾ ഒരിക്കലും മറക്കാതെ അത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു കടമ ഒരു അസോസിയേഷൻ സൊസൈറ്റി എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. 30 വർഷങ്ങളായിട്ട് നമ്മളിവിടെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അസോസിയേഷൻ ഇനിയും വരുന്ന തലമുറയ്ക്കും ഒക്കെ നമുക്കൊരു മുതൽക്കൂട്ടാണ്. അപ്പോൾ ഒരിക്കലും നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും എല്ലാം ഒരു സമുദായ അംഗം എന്ന നിലയിൽ നമ്മുടെ അസോസിയേഷൻ്റെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ സമുദായത്തിൻ്റെ ഭാഗമാക്കി
കാരണം നമുക്കറിയാം, കാരണം എൻഡോഗമി, വംശശുദ്ധി, ഇത് നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും അസോസിയേഷനിലൂടെയാണ്. ലോകമെമ്പാടുമുള്ള പരന്നു കിടക്കുന്ന വിശാലമായ അസോസിയേഷനുകൾ, സൊസൈറ്റികളിലൂടെ കൂടെ മാത്രമാണ് നമുക്ക് നമ്മുടെ വംശശുദ്ധി നിലനിർത്താൻ സാധിക്കുന്നത്. കാരണം നമ്മളെല്ലാവരും കോട്ടയത്തെയാണ്, കോട്ടയം അതിരൂപതയെ നമ്മുടെ മിത്രനായിട്ട് അംഗീകരിക്കണം, വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. തീർച്ചയായിട്ടും അതിനുള്ള ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ നമ്മുടെ എല്ലാവരുടെ ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് നമുക്കറിയാം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. അതിന് നമ്മുടെ സൊസൈറ്റിയുടെ സൈഡിൽ, അസോസിയേഷൻ സൈഡിൽ നിന്ന് എന്തെല്ലാം നമുക്ക് ചെയ്ത് സാധിക്കുമോ അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. നമുക്കറിയാം നമ്മൾ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ട്രഡീഷൻസും അതുപോലെ തന്നെ നമ്മുടെ പാരമ്പര്യമായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ പ്രത്യേകതകളെല്ലാം നമുക്കറിയാം. അത് വാട്ടർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ പ്രതിരോധിക്കേണ്ട ആവശ്യം, ഇതിനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യം നമ്മൾക്കുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കടമകൾ മറക്കരുത്. ഒരു സമുദായ അംഗം എന്ന നിലയിൽ ഇതിനെയൊക്കെ പ്രതിരോധിക്കാനായിട്ടുള്ള ഒരു വേദിയാണ് അസോസിയേഷൻസ്. നമ്മളെ പരസ്പരം മനസ്സിലാക്കാനും അംഗീകരിക്കാനും ആ രീതിയിൽ സമൂഹത്തിൽ നമ്മുടെ സമുദായത്തോടുള്ള കടമ നിറവേറ്റുവാനും പറ്റുന്ന ഒരു വേദിയായിട്ട് നമ്മൾ ഇതിനെ കണ്ട് ഇനിയുള്ള പ്രവർത്തനങ്ങളിലും വരുന്ന വർഷങ്ങളിലും നമ്മുടെ അസോസിയേഷനുകളുടെ കൂടെ നിന്നുകൊണ്ട് ആ പ്രവർത്തനങ്ങളിലെല്ലാം ഭാഗമായി മാറിക്കൊണ്ട് നമ്മളെല്ലാവരും ഇതിനായിട്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. ഒരിക്കൽ കൂടി അധികം ദീർഘിപ്പിക്കുന്നില്ല, ധാരാളം പ്രസംഗക്കാർ കൂടിയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അടുത്തതായി ലാംപ് ലൈറ്റിങ്ങിന് വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികളെയും ക്ഷണിക്കുന്നു. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗ്രഹിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന ബൈബിൾ വാചകം ഉദ്ധരിച്ചുകൊണ്ട് തനതായ കേരളീയ ശൈലിയിൽ ദീപം തെളിയിച്ച് നമ്മുടെ ഓണാഘോഷം നമ്മൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യുവാൻ പോവുകയാണ്.
മനോജ് കെ ജയനെ ഓണത്തിന്റെ സന്ദേശം നൽകുന്നതിനായി ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, നമ്മുടെ പ്രസിഡന്റ് ശ്രീ സിറിൽ, നമുക്ക് അഭിമാന ഭാജനങ്ങളായ നമ്മുടെ നാട്ടുകാരെ രണ്ട് വ്യക്തിത്വം ഇവിടെ എത്തിയിട്ടുണ്ട്. എനിക്കത് കേട്ടപ്പോൾ ഒരുപാട് അഭിമാനം തോന്നി. കാരണം ഇവിടുത്തെ മേയർ ശ്രീ റോബിൻ എലക്കാട്ട്, അയാൾ ഇറ്റലിയിൽ നിന്നും എത്തിയിരിക്കുന്നത് ഇത്രയും യുവത്വം നിറഞ്ഞുറങ്ങുന്ന ഒരു വലിയ വ്യക്തിത്വം തന്നെയാണത്. കാരണം ഭയങ്കര അഭിമാനമാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു മുനിസിപ്പൽ കൗൺസിലറാകാൻ വേണ്ടി ആളുകൾ നെട്ടോട്ട് കൊടുക്കുന്ന കാലമാണ്, ഒരു രക്ഷയില്ല. അപ്പം ഇറ്റലിയിലൊക്കെ പോയിട്ട് ഇത്രയും വലിയൊരു സ്ഥാനം നേടുക എന്ന് പറയുന്നത് ടോംസിനെന്നും അഭിമാനമാണ്, നമുക്ക് അതിലേറെ അഭിമാനമാണ്. അങ്ങനെ ഈ രണ്ട് മഹാന്മാരുടെ കൂടെ ഇവിടെ ഇരിക്കാൻ സാധിച്ചില്ല. ഞാൻ മഹാന്മാരെന്ന് തന്നെ പറയുകയാണ്, അത് ചെറിയൊരു കാര്യമില്ല. അവരുടെ കൂടെ ഇവിടെ ഇരിക്കാൻ സാധിച്ചുള്ള സന്തോഷം അറിയിക്കുന്നു. മറ്റു വേദിയിലേക്ക് ഞാനായിട്ട് മറ്റു ഭാരവാഹികളെ, എന്താ ഞാൻ പറയുന്നത്, എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ സ്വന്തം നാട്ടുകാരെ, കോട്ടയംകാരെ, ജ്ഞാനായുടെ ഏറ്റവും പ്രിയപ്പെട്ട അംഗങ്ങളെ, ഒരുപാട് സന്തോഷമാണ്. കാരണം സത്യം പറഞ്ഞാൽ ഈ വർഷത്തെ ഓണം വ്യക്തിപരമായി എനിക്കില്ല. കാരണം എൻ്റെ അച്ഛൻ മരിച്ച വർഷമാണ്. പക്ഷെ ഒരു കലാകാരൻ എന്ന രീതിയിൽ ഒരു സാമൂഹിക പ്രതിബദ്ധത എപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഓണം എവിടേക്കുണ്ടോ അവിടെയൊക്കെ നിങ്ങളോടൊപ്പം നമ്മൾ കൂടേണ്ടതാണ്. ആ ഒരു അവസ്ഥയിലാണ് ഞാനിവിടെ എത്തിയത്. അതെന്നെ ക്ഷണിച്ച ക്ലാരയുടെ ഓരോ മെമ്പേഴ്സിനോടുള്ള നന്ദി ഞാൻ ആദ്യം അറിയിക്കുകയാണ്. അമേരിക്കയിൽ ഒരു 3-4 പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാം ഈ ഷോകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇങ്ങനെയൊരു അവസരം, ഓണം കൂടാനുള്ള അവസരമൊന്നും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അതാദ്യമായിട്ട് ഓണം കൂടുന്നത് എൻ്റെ സ്വന്തം നാട്ടുകാരുടെ കൂടെ എന്ന് പറയുന്നത് അതിലേറെ വലിയ സന്തോഷവും ഭാഗ്യമായിട്ട് കാണുന്നു. കാരണം നാട്ടുകാരുടെ അംഗീകാരം എന്ന് പറയുന്നതിനപ്പുറത്ത് ഒരു ഓസ്കാർ അവാർഡ് പോലും പിടിച്ചിരിക്കുകയാണ്. ഓസ്കാർ അവാർഡ് മേടിച്ചുകൊണ്ട് വന്നിട്ട് നാട്ടിൽ നമുക്ക് സ്വാധീനമില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ എന്താ പറയുക, വലിയൊരു സ്വീകരണമാണ് എനിക്ക് എന്നോട് കിട്ടിയത്. എൻ്റെ ഒരു ധന്യ നിമിഷമാണ് എനിക്കത്. അത് അമേരിക്കയിൽ, അതും ഓണത്തിന് ഒപ്പം. ഈ വർഷം നാട്ടിൽ ഓണമൊക്കെ എങ്ങനെയാണെന്നൊന്നും ഒരു പിടിയില്ല. ഞാൻ ഓണമൊക്കെ കഴിഞ്ഞേ നാട്ടിലെത്തുള്ളൂ. ദുബായിലൊക്കെ പോയിട്ട് നിന്ന് ഓണം കാരണം എൻ്റെ വീട്ടിലെത്തുമ്പോൾ എനിക്ക് അച്ഛനെ ഓർമ്മ വരും. അതുകൊണ്ട് ഞാൻ ഓണം കഴിഞ്ഞിട്ടേ നാട്ടിലേക്കുള്ളൂ എന്നുള്ള തീരുമാനം നിൽക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് എനിക്ക് നിങ്ങളോടൊപ്പം കൂടാൻ കഴിഞ്ഞ ഈ ഓണം ഏറ്റവും ഹൃദ്യമായിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്മരിക്കുന്ന ഒരു ഓണമായിട്ട് മാറുന്ന നേരത്തെ യാതൊരു സംശയമില്ല. ഇവിടെ വരെ എത്തിയ പരിപാടികളൊക്കെ, നിങ്ങളുടെ ഒരുപാട് പരിപാടികളൊക്കെ രാവിലെ പോലെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. സന്തോഷം. നമുക്ക് ആകെ മലയാളികൾക്ക് സ്വന്തം എന്ന് പറയാനുള്ളൊരു ആഘോഷമാണ് അത്. നമുക്ക് ഇതിൽ രാഷ്ട്രീയമില്ല, വർഗ ഭേദമന്യേ, നമ്മൾ ജാതി മത ഭേദമന്യേ നടത്തുന്ന ഒരു വലിയ ആഘോഷമാണ്. എനിക്ക് തോന്നുന്നത് ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു ആഘോഷമാണ്. നമ്മൾ സാധാരണ മനുഷ്യരാവുന്ന നമ്മുടെ എല്ലാ സ്ഥാനമാനങ്ങളും മാറ്റിവെച്ച്, വലിപ്പ ചെറുപ്പങ്ങൾ മാറ്റിവെച്ച്, ജാതി വർണ്ണ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ച് നമ്മൾ മലയാളി എന്ന് പറയുന്ന ഒരൊറ്റ ജാതിയായി മാറുന്ന അമൂല്യമായ നിമിഷമാണ്. ശരിക്കും മഹാബലി തമ്പുരാനോടാണ് നമുക്ക് നന്ദി പറയേണ്ടത്. അദ്ദേഹം വർഷങ്ങൾക്ക് മുന്നേ ഇത്രയും ദീർഘവീക്ഷണത്തോടുകൂടി കണ്ടെത്തിയ ഒരു മഹത്തായ ദിവസമാണിത്, അല്ലേ? കാരണം നമ്മൾ ഇന്നത്തെ അവസ്ഥ മലയാളികളിലല്ല, ലോകം മുഴുവൻ എന്തെല്ലാം വിഷയങ്ങളാണ്. പണത്തിന് വേണ്ടിയുള്ള ഓട്ടം, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയുള്ള അവരുടെ വീഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഓട്ടം, മൊത്തത്തിൽ ഭയങ്കര കുഴപ്പങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടം, ഇങ്ങനെയൊക്കെയുള്ള പല ഓട്ടങ്ങൾക്കിടയിൽ നമ്മളിതെല്ലാം മറന്ന് എല്ലാം മാറ്റിവെച്ച് നമ്മൾ ഒരേ വസ്ത്രധാരണത്തോടുകൂടി, അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന പാവപ്പെട്ടവരും പണക്കാരും ഒക്കെ കഴിക്കുന്ന ഇന്ന് ഒരേ ഭക്ഷണമാണ്. സ്ത്രീകൾ മറ്റേ നേരിയതും കൊണ്ടു കൊടുക്കുന്നു, കസവസാരി കൊടുക്കുന്നു, ആളുകൾ ജുബയും കൊണ്ടു. ഞാനിന്ന് ജുബയും കൊണ്ടുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ദിവസം മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ഒരു വസ്ത്രധാരണം പോലും നമുക്ക് പറ്റുകയുള്ളൂ. അതെല്ലാം മനുഷ്യൻ ഒന്നാണ്, മാനവരെല്ലാവരും ഒന്നാണ് എന്ന് പറയുന്നത് പോലെ അതിനു വേണ്ടി ഉണ്ടാക്കിയ ഈ മഹത്തായ ദിവസം നമ്മൾ മലയാളികൾക്ക് മാത്രമായിട്ടുള്ളതാണ്.
ഒരുപക്ഷെ തമിഴ്നാട്ടുകാർക്കില്ല, അവർ ഓണമൊന്നും ആഘോഷിക്കാറില്ല. പക്ഷെ അവരുടെ പല ആഘോഷങ്ങളും നമ്മൾ ആഘോഷിക്കാറുണ്ട്. ഇപ്പോൾ ദീപാവലി കാര്യങ്ങളൊക്കെ നോർത്ത് ഇന്ത്യൻസ് ഭയങ്കരമായിട്ട് ആഘോഷിക്കും, അപ്പോൾ നമ്മളും ആഘോഷിക്കും. പക്ഷെ നമ്മുടെ ഓണം നോർത്ത് ഇന്ത്യക്കാർക്കോ തെലുങ്കർക്കോ കന്നഡക്കാർക്കോ ബാധകമല്ല. അത് നമുക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇതിൻ്റെ വിശിഷ്ടമായ ആ ഒരു സ്വഭാവങ്ങൾ മറ്റൊരു ദേശക്കാർക്കും ഉള്ളതല്ല, നമുക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ മഹോത്സവം ഏറ്റവും ഭംഗിയായ രീതിയിൽ ലോകമെമ്പാടും ആഘോഷിക്കുകയാണ്. അതിപ്പോൾ നിങ്ങൾ വിദേശികൾ ഓണത്തിനന്നല്ല, ഓണം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഡിസംബർ വരെ, ക്രിസ്മസിൻ്റെ തലേദിവസം വരെ ഓണമാകും അല്ലേ? അങ്ങനെയല്ല സാധാരണ. ഞാനൊക്കെ മിക്കവാറും എല്ലാ വർഷവും ഓണ പരിപാടികൾക്ക് പല വിദേശ രാജ്യങ്ങളിൽ പോകാറുണ്ട്. കഴിഞ്ഞ വർഷം എനിക്ക് നാട്ടിൽ ഓണം തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പ് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനിലായിരുന്നു എൻ്റെ ഓണം. ഈ വർഷത്തെ ഓണം ഇവിടെയാണ്. ചിലപ്പോൾ പല ഓണങ്ങൾക്കും പങ്കെടുക്കാം. ഓണ ദിവസമല്ലാതെ അതിന് ശേഷവും പങ്കെടുക്കാം. ഇങ്ങനെയൊക്കെയുള്ളൊരു മഹാഭാഗ്യം ചിലപ്പോൾ മഹാബലി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ സിനിമാ താരങ്ങൾക്കാണുള്ളത്. ശരിക്കും പറയാം, മഹാബലി അന്നൊരു ദിവസം വരുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് ഓണം ഉണ്ടാകാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് പോലും ചിലപ്പോൾ ഈ ഒരു ഓണത്തോടുകൂടി നിങ്ങളുടെ പരിപാടികൾ അവസാനിക്കും. അപ്പോൾ അതൊക്കെ ഒരു കലാകാരനായി ജനിച്ചതിൻ്റെ, അല്ലെങ്കിൽ അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഞാൻ സ്മരിക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം അതൊക്കെ തന്നെയാണ് ഒരു കലാകാരനായി ജനിച്ചതിൻ്റെ കാരണം. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയുള്ളതുകൊണ്ട് ഒരുപാട് ഓണം എല്ലാ വർഷവും ഉണ്ടാറുണ്ട്. ഈ വർഷത്തെ ആദ്യത്തെ ഭക്ഷണം നിങ്ങളുടെ ഇവിടെ തന്നെയാണ്. നിങ്ങളൊക്കെ കഴിച്ചാ? എല്ലാവരും കഴിച്ചില്ലേ? ഞാൻ കഴിച്ചത് ചോദിച്ചോ? ഓണമല്ലേ? അപ്പൊ ഇത് കഴിഞ്ഞാൽ കഴിച്ചോളാം. എന്നാലും ഓണം ഉണ്ണാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പൊ എല്ലാവരും ഭയങ്കര രസമായിരുന്നു കേട്ടോ. അതും പറയണല്ലോ, നല്ല പക്ക ഓണം ഡ്രസ്സിലാണ് എല്ലാവരും വന്നിരിക്കുന്നത്. അമേരിക്കയിലൊക്കെ ഇത്രയും രസമായിട്ട്, ഞാനിപ്പോൾ കൊച്ചിയിലോ കോട്ടയത്തോ അല്ലെങ്കിൽ നമ്മുടെ SH മോഡിലൊക്കെ ഇരിക്കുന്ന അതേ ഫീലാണ്. ഇത് ഹ്യൂസ്റ്റനാണ്, അമേരിക്കയാണെന്നുള്ള യാതൊരു ധാരണ എനിക്ക് നിങ്ങളെ കണ്ടു തോന്നില്ല. അത്രയധികം ആ ചിട്ടയോടുകൂടി, വസ്ത്രധാരണത്തോടുകൂടി ഓണം ആഘോഷിക്കുന്ന ആ ഒരു വളരെ പ്രസന്ന വദനരായി എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കാണുമ്പോൾ ഞാൻ നാട്ടിൽ പോയിട്ട് പറയും, എന്നാ ഓണം അറിയോ, നമ്മുടെ ഹൂസ്റ്റലില്ലേ എന്നാ ഓണം. നമുക്ക് എന്നാ കൂട്ടിയുള്ളതിൻ്റെ പരിപാടിയുണ്ട്, എന്നാ ഉണ്ടാവേ എന്നായിരിക്കുന്നു. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ കോട്ടയം ഭാഷയിൽ ഞാനൊരു സിനിമ അങ്ങനെ അധികം ചെയ്തിട്ടില്ല. നമ്മുടെ മഹാനടൻ മമ്മൂക്ക ശരിക്കും ഞാൻ കോട്ടയംകാരനാണ്. പുള്ളി ചെമ്പല്ലേ, വൈക്കം ചെമ്പുകാരനാണ്, കോട്ടയം കൃഷിക്കാരനാണ്. അതാണ് ആ കോട്ടയം കുഞ്ഞച്ചിട്ടിലൊക്കെ ഉള്ള കോട്ടയം സ്ലാങ് അടിച്ചു കൊടുത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം പുള്ളിക്കറിയാമല്ലോ, പുള്ളിയുടെ ജന്മദേശം കോട്ടയമാണ്. SSLC ബുക്കിൽ കോട്ടയം എന്നായിരിക്കും ജന്മദേശം. പക്ഷെ പുള്ളി മഹാരാജ് സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ട് എറണാകുളംകാരനാണെന്ന ധാരണയ്ക്കും ഉണ്ട്. അപ്പൊ അങ്ങനെ കോട്ടയത്തിന് അഭിമാനമായിട്ട് ഒരുപാട് ആൾക്കാർ നമുക്ക് പറയാനുണ്ട്. SH മൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഒരു കുന്ന് ഓർമ്മകളാണ്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം, എൻ്റെ കൂട്ടുകാരൻ മുഴുവൻ ഗ്രാനായക്കാർ. ഞാൻ തന്നെ ഗ്രാനായാണെന്ന് പിന്നെ എനിക്ക് തോന്നി തുടങ്ങി. അവിടെ അത്രയധികം ഗ്രാനായക്കാരുമായിട്ട് എൻ്റെ സഹവാസം. ഇവിടെ ഒരുപാട് പേരുണ്ട്, എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്. അവിടെ ക്രിസ്മസ് ആയാലും ഈസ്റ്റർ ആയാലും എന്ത് കാര്യങ്ങളായാലും പെരുന്നാളായാലും പള്ളിപ്പെരുന്നാളിലും ഒക്കെ നമ്മളവിടെ ഉണ്ടാവും. പള്ളിപ്പെരുന്നാളിനവിടെ യാക്കോക്കാരുടെ ഒരു പള്ളിയുണ്ട്. അവിടെ റാസ പുറപ്പെട്ടു കഴിഞ്ഞാൽ റാസയുടെ കൂടെ പോകും, ബാൻഡ് മേളത്തിൻ്റെ കൂടെ തുള്ളും. ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ കരോളിനിറങ്ങും. എല്ലാം നമ്മുടെ കൂട്ടുകാരല്ലേ, അവരൊക്കെ ഇവിടെ ഉണ്ട്. കരോളിന് വെളുപ്പിന് ഒരു 4 മണി വരെയൊക്കെ പാടി അന്നൊക്കെ എനിക്ക് തോന്നുന്ന ഒരു 300 രൂപ കിട്ടിക്കാണ്. പല വീടുകളിൽ കയറി ഇറങ്ങി ശാന്തരാത്രി തിരുരാത്രി പുൽക്കുടിലിൽ പൂത്തൊരു രാത്രി വിണ്ണിലെ താരകദൂതനിറങ്ങിയ മണ്ണിൽ സമാധാന രാത്രി ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു, ശാന്തരാത്രി തിരുരാത്രി. ഇങ്ങനെയൊക്കെ ഒരുപാട് ക്രിസ്തീയ ഭക്തിഗാനം വന്ന് കരോളിൽ പാടി എനിക്ക് ഓർമ്മയുണ്ട്. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ഇത് മുഴുവൻ ഞാൻ പഠിച്ചത് സെക്രട്ടറി മോഡിലാണ്. കനാനായ സ്കൂളാണ്. അന്ന് ബിഷപ്പ്
കുന്നശ്ശേരി പിതാവ് അന്ന് അവിടെ എത്രയോ പ്രാവശ്യം വന്ന് ഞാൻ കണ്ടിരിക്കുന്നു. ഇത്രയും ഗ്രേസ്ഫുള്ളായിട്ടുള്ള ഒരു ബിഷപ്പിനെ ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല. അദ്ദേഹം പല പ്രാവശ്യം നമ്മുടെ സ്കൂളിൽ വന്നിട്ടുണ്ട്. ഞാൻ 8 മുതൽ 10 വരെ SH മൗണ്ടിലാണ് പഠിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞ എൻ്റെ കൂട്ടുകാരും എൻ്റെ നാട്ടുകാരെല്ലാം നമ്മുടെ ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ നാട്ടിൽ കാണിക്കാത്ത കുസൃതി വികൃതികളൊന്നുമില്ല. അതൊക്കെ ഇന്നലെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സുമായിട്ടൊരു മീറ്റിംഗ് നടന്നപ്പോൾ അതൊക്കെ പറഞ്ഞ് ഒരുപാട് ചിരിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് നല്ല ഓർമ്മകളാണ് എനിക്കിപ്പോൾ ഈ വേദിയിൽ നിൽക്കുമ്പോൾ നിങ്ങളൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നത്. നമ്മുടെ കോട്ടയം എന്ന് പറഞ്ഞാൽ വേറെയല്ലേ, പൊടിയല്ലേ അല്ലേ? ഞാൻ ഇടയ്ക്ക് എപ്പോഴും എന്തോ ഒരു മെസ്സേജ് ഒരു വീഡിയോ മെസ്സേജ് വേണമെന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞ വർഷം. നമ്മുടെ സിറിലോ അല്ലെ നമ്മുടെ കൊച്ചുമോനോ സാമോ ആരെല്ലാം വിളിച്ചു പറഞ്ഞു ഒരു ഓഡിയോ മെസ്സേജ് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അതിനകത്ത് ഞാൻ പറഞ്ഞു, ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണമെന്ന കോട്ടയമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകൾ എന്നാണ് എനിക്ക് എൻ്റെ നാട് കഴിഞ്ഞുള്ള കഴിവുണ്ട്. അതൊക്കെ വേറെ കാര്യം ഇല്ലേ? നമ്മുടെ നാട്ടിലെ പോലെ ആൾക്കാരുടെ തുറന്ന മനസ്സെവിടെ കിട്ടും? ഇത്രയധികം ഉള്ള കാര്യം മൊത്തമൊക്കെ ഒരു കള്ളത്തരവുമില്ല. അതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത. പിന്നെ നല്ല കപ്പ, മീൻകറി, നല്ല ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ കോട്ടയംകാരുടെ ഫുഡ് കഴിക്കാതെ കോഴിക്കോട് നിന്ന് ആൾക്കാർ വരും. അപ്പം അങ്ങനെയൊക്കെയുള്ള പിന്നെ നമ്മൾ അക്ഷര നഗരിയാണ്. എത്ര മാഗസിനുകൾ, മലയാളം മന്ത്രിമാർക്കുള്ള മഹത്തായ പത്രങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പാരമ്പര്യമുള്ള ഒരുപാട് വലിയ കലാകാരന്മാരെ സമ്മാനിച്ചിട്ടുള്ള എന്തിനും മഹാന്മാരായ സംവിധായകർ ജോൺ അബ്രഹാം, അരവിന്ദേട്ടൻ, നടന്മാർ പലരുണ്ട്, വിജയരാഘവനുണ്ട്, ഈ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. എന്തിന് മഹാനടൻ മമ്മൂട്ടി, നമുക്ക് അഭിമാനത്തോട് പറയാം, അതിന് കോട്ടയക്കാരനാണ്, ഇത് മുമ്പ് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ഒരു ഭൂമിയാണ് നമ്മുടെ നാട്. ആ നാട്ടിൽ ജനിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായി ഞാൻ കാണുന്നു. ഓണം ഗംഭീരമാവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഗംഭീരമായിട്ട് ആഘോഷിച്ചിരിക്കുകയെന്നറിയാം. എങ്കിലും എന്നെ കൂടി ഇവിടെ വിളിച്ചതിനുള്ള അതീവമായ നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ വർഷത്തെ ഓണം അടിപൊളിയാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തൽക്കാലം നിർത്തുന്നു. നമുക്ക് വേണം കേട്ടാ. സന്തോഷമായോ? തുറന്നു പറ, കോട്ടയക്കാരൻ തുറന്നു പറയുന്ന ആൾക്കാരാന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? താങ്ക് യു. അത് മതി. ഒറ്റപ്പാട്ട്. അത് ഈ ഓണപ്പാട്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് ഈ കുട്ടിക്കാലത്ത് ആദ്യം കേട്ട പാട്ടെന്നൊക്കെ പറയുന്നത് ദാസേട്ടൻ്റെ ഏതോ കുറേ പഴയമുണ്ട്. അതിവിടെ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. പുതിയ തലമുറയ്ക്ക് എന്തായാലും അറിയാൻ കഴിയില്ല. എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഓണക്കോടിയുടുത്തു മാനം മേഘ കസവാലേ, വെൺമേഘ കസവാലേ. ഓണക്കോടിയുടുത്തു മാനം മേഘ കസവാലേ, വെൺമേഘ കസവാലേ. മഴവില്ലിൻ മലർമുടിയിൽ ചൂടി മധുഹാസം തൂകി, അവൾ മധുഹാസം തൂകി. കർക്കിടകത്തിൻ കറുത്ത ചേലകൾ വലിച്ചെറിഞ്ഞല്ലോ, മാനം വലിച്ചെറിഞ്ഞല്ലോ. കടലിൻ മോഹം തണുത്ത കരിമുകിൽ വിളർത്തുമാഞ്ഞല്ലോ, കാറ്റിൽ വിളർത്തുമാഞ്ഞല്ലോ. ഓണക്കോടിയുടുത്തു മാനം മേഘ കസവാലേ, വെൺമേഘ കസവാലേ. ഇതൊക്കെ ആദ്യകാലത്തെ ഓണപ്പാട്ടിൻ്റെ ഓർമ്മയാണ് കേട്ടോ. പിന്നെ വേറൊന്നുണ്ട്, നമ്മൾ ഏത് ഓണം എടുത്താലും നമുക്ക് ഈ പാട്ട് മറക്കാൻ പറ്റില്ല. നമ്മൾ ലോകത്തുള്ള എല്ലാ മലയാളിയും പാടും. ഊഹിക്കാം ഏത് പാട്ടാണ്. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൻ പൂവേ പൂവേ പൂവേ, നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ. ഇതാ 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 ഓണപ്പൂവേ പൂവേ
ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 അന്തർദാഹ സംഗീതമായി സന്ധ്യാപുഷ്പസൗരഭമായി അനുഭൂതികൾ തന്നിതളിതളായി അഴകിൽ വിരിയും തീരമിത ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. താങ്ക് യു. ഇത്രയൊക്കെയുള്ള എൻ്റെ മനസ്സിലുള്ള ഓണപ്പാട്ടുകളൊക്കെ നമുക്ക് പഴയ പാട്ടുകളോട് എപ്പോഴും കൂടുതൽ ഇഷ്ടമല്ലേ, കാരണം അതിലൊക്കെ നിറഞ്ഞ സംഗീതമുണ്ട്. ഇന്നത്തെ പാട്ടുകൾ നമ്മൾ മോശം പറയുന്നില്ല, പക്ഷേ പഴയ പാട്ടുകളിൽ എപ്പോഴും ആ ഒരു ക്ലാസിക്കൽ ബേസുള്ള സംഗീതമുള്ളതുകൊണ്ട് നമുക്ക് എക്കാലത്തും അത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുകയാണ്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഈ ഓണം എന്ന് പറയുന്നത് നമ്മുടെ ഈ തലമുറ വരെ അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളതിനെ ആഘോഷിക്കുന്നു. പക്ഷെ ഇവിടെ കണ്ട ഒരു കാഴ്ച, ഈ പുതിയ തലമുറയിലെ എല്ലാ നിങ്ങളുടെയൊക്കെ മക്കളും അവരൊക്കെ ഇവിടെ സജീവമായിട്ട് ഓണ ഡ്രസ്സൊക്കെ ഇട്ട് ഓണക്കോടി എടുത്ത് ഇവിടെ കാണുമ്പോൾ ഇനിയും എത്രയോ തലമുറകൾ ആഘോഷിക്കാനുള്ള മഹോത്സവമാണ് അത്. നിങ്ങൾ അതിന് കൊടുക്കുന്ന ആ സപ്പോർട്ട് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിനൊരു സ്പെഷ്യൽ ഹാറ്റ്സ് ഓഫ്. കാരണം പുതിയ തലമുറയ്ക്ക് പല വിദേശ രാജ്യങ്ങളിലൊക്കെ ഞാൻ ചെല്ലുമ്പോൾ കണ്ടിട്ടുണ്ട്, അവിടെയൊന്നും കുട്ടികൾക്ക് എന്ത് വാട്ട് ഓണം, ഹു ഈസ് മഹാബലി എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അവരെയൊക്കെ ഇതിൻ്റെ മഹാത്മ്യവും ഇതിൻ്റെ ചരിത്രവും പഠിപ്പിച്ച് ഇതിൻ്റെ എല്ലാ പ്രാധാന്യവും പഠിപ്പിച്ച് അവരെയൊക്കെ ഇന്നിവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഈ കുട്ടികളെ കാണുമ്പോഴൊക്കെ ഭയങ്കര അഭിമാനമുണ്ട്. കാരണം ഇനി ഇവരാണ് നമ്മുടെ ഈ മഹോത്സവം, ഈ ആർക്കും കമ്പാരിസൺ ഇല്ലാത്ത ഈ മഹോത്സവം കൊണ്ടു നടത്തേണ്ടത്. അതിന് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ സാല്യൂട്ട്. അപ്പോൾ ഹാപ്പി ആണോ കേട്ടോ? ഞാനിവിടെ കുറച്ച് നിങ്ങളുടെ പരിപാടി ഒന്നും കണ്ടിട്ട് പോകുന്നുള്ള തീരുമാനിച്ചിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് കാണാം. താങ്ക് യു. അടുത്തതായി മിസോറി സിറ്റി മേയർ റോബിൻ പുലിക്കാടിനെ ഓണാശംസകൾ നൽകുന്നതിനായി ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ്. മനോജ് കേജി പാട്ട് പാടിയതുകൊണ്ട് ഞാനൊരു പാട്ട് പാടുന്നില്ല. എൻ്റെ മനസ്സിൽ രണ്ടു പാട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അത് പാടുന്നില്ല, സമയക്കുറവുണ്ട്. HKCSന്റെ പ്രസിഡന്റ് സിറിൽ, അതോടൊപ്പം ഇന്ന് ചീഫ് ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന കോട്ടയംകാരനും മനോജ് കെ ജയൻ, അതോടൊപ്പം നമ്മുടെ കൂടെ കൗൺസിൽ മെമ്പറായിട്ട് ഇറ്റലിയിൽ നിന്ന് വന്നിരിക്കുന്ന ടോംസ് ലൈസൺ, അതോടൊപ്പം എക്സിക്യൂട്ടീവ്സ് തിഫാരമായി, അതേപോലെ ട്രെയിനറായ ഓരോരുത്തരും. ആദ്യമായിട്ട് ഈ വർഷത്തെ 2024 നിങ്ങൾക്ക് എല്ലാവർക്കും on behalf of myself and on behalf of Missouri City, wish you a happy Onam. ഞാൻ അധികം പ്രസംഗങ്ങൾ പറയുന്നില്ല, കാരണം ഇവിടെ മനോജ് കെ ജയൻ ചീഫ് ഗസ്റ്റായിട്ട് വരുന്നു എന്നറിഞ്ഞപ്പോൾ മുതലാണ് ഞാൻ അദ്ദേഹം ട്രാവൽ ചെയ്തൊരു പാറ്റ് ചിന്തിക്കുകയായിരുന്നു. 1988 സിനിമയിൽ വന്ന് അതിനുശേഷം സർഗം എന്ന് പറഞ്ഞ സിനിമയിൽ കൂടെ കുട്ടിത്തമ്പുരാനായി 2024 ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ജീത്തു ജോസഫിന്റെ നുണക്കുഴി എന്ന ചിത്രത്തില് ഒരു പറ്റം താരങ്ങളുമായിട്ട് അഭിനയിച്ച് ആ പടം ഏറ്റവും കൂടുതൽ വിജയം കയറി നിൽക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹം ഇന്ന് ഹ്യൂസ്റ്റണിലൂടെ വന്നിരിക്കുന്നത്. അദ്ദേഹം ഇത് അഭിനയം മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ നന്നായിട്ട് പാട്ട് പാടുകയും ഓരോ അവാർഡ് നൈറ്റ്സിലും ഓരോ പ്രോഗ്രാംസിലും ഒക്കെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഹ്യൂസ്റ്റൺ കാത്തലിക് കമ്മ്യൂണിറ്റി അദ്ദേഹത്തിനെ ഇവിടുന്ന് വിടുന്നതിന് മുമ്പ്
ഒരു 3-4 നല്ല പാട്ടുകൾ പാടിപ്പിച്ചിട്ടുണ്ട് കുടാവത്തുള്ള എന്ന് ഞാൻ പ്രത്യേകം പറയുന്നു. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ 20 വയസ്സായപ്പോൾ രാഷ്ട്രീയത്തിൽ വരണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാതെ മനോജ് പറഞ്ഞ പോലെ കോളേജിൽ കൂടി ഇങ്ങനെ അലമ്പി നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിന് പകരം ഇന്ന് വ്യത്യസ്തമായിട്ട് 20 വയസ്സ് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്. 20 വയസ്സായ ടോം ലൈസൻ ഇന്ന് ഇറ്റലിയിലെ സിറ്റി കൗൺസിൽ മെമ്പറായിട്ടിരിക്കുന്നു. യെസ്, ഇവിടെ ഇരിക്കുന്ന മനോജ് കൈജയൻ പറഞ്ഞ പോലെ ഇവിടെ ഇരിക്കുന്ന യുവജനങ്ങള്, യൂത്ത്, അദ്ദേഹത്തിന് വളരെയധികം ശ്രദ്ധിക്കുക. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഇവിടെ ഉണ്ട്, അദ്ദേഹം എന്താ പറയുന്നത് ശ്രദ്ധിക്കാം. പക്ഷേ ടോം, I'm very proud of you being 20 years old. ഞാൻ എടുത്ത് ചോദിച്ചു അദ്ദേഹത്തിനോട് 20 വയസ്സ് തന്നെയാണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു 20 വയസ്സ് തന്നെയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനും വളരെയധികം സന്തോഷം തോന്നുന്നു ഇന്നിവിടെ ഹ്യൂസ്റ്റന്റെ പരിപാടിക്ക് വരാൻ പറ്റിയതിന്. ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താണ്. മനോജ് കെ ജയൻ ഇവിടെ വളരെ അഭിമാനകരമായിട്ട് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, അദ്ദേഹം ഒരു ക്നാഡായക്കാരനാണോ എന്ന് അദ്ദേഹത്തിന് സംശയം തോന്നുന്നു. അദ്ദേഹം SH മൗണ്ടിൽ കൂടെ നടന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ക്നാഡായക്കാരായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത കൂട്ടുകാര്. അതോടൊപ്പം നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചു എന്നിരിക്കുന്നില്ല, വളരെയധികം അഭിമാനകരം ഒരു ക്നാഡായക്കാരനായതുകൊണ്ട് എനിക്ക് തോന്നി അദ്ദേഹം ഈ സ്റ്റേജിൽ വെച്ച് എടുത്തു പറയുകയും ചെയ്തു. നമ്മുടെ ഇതിനു മുമ്പുണ്ടായിരുന്ന ഫോർമർ ബിഷപ്പ് നമ്മുടെ കുന്നിശ്ശേരി പിതാവിനെ കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അദ്ദേഹത്തിനുമായിട്ടുള്ള അടുപ്പവും പരിചയവും ഒക്കെ ഇവിടെ പങ്കുവെക്കുകയും ചെയ്തു. എന്നും മനോജ് കെ ജയന് ഈ SH മൗണ്ടുകാരും കോട്ടയംകാരും ഒരു ക്നാഡായക്കാരനാക്കി എന്ന് ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. താങ്ക് യു റോബിൻ. അടുത്തതായി ഇറ്റലിയൻ മ്യൂസിക്കൽ കൗൺസിലിൽ 20-ാം വയസ്സിൽ ജയിച്ച ടോം ലൈസൻ വാലിപ്പറമ്പിനെ 2 വാക്കുകൾ സംസാരിക്കുവാൻ ക്ഷണിക്കുന്നു. Good evening everyone. Wish you all കേരള തനിമയോട് കേരളീയമായ നമ്മൾ ഒത്തുകൂടുന്ന ഈ സന്ദർഭത്തിൽ ഓർത്ത് മനസ്സിനുള്ള സന്തോഷം തോന്നുന്നു. മനസ്സിനെ ഇവിടെ വന്നിട്ട് കേരളത്തിൽ കേരളത്തിൽ ഒത്തുചേരുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇവിടെ. എനിക്ക് പറയാനുള്ളത് ഇവിടെ യൂത്തുകൾക്കും നമ്മുടെ മലയാള യൂത്തുകളോടാണ്. നമ്മുടെ മലയാള സംസ്കാരവും ഭാഷയും മറക്കാതെ ഓർത്ത് മനസ്സിൽ വെക്കണം. അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലയിൽ വരണം മുന്നോട്ട്. ഇനി അതിനുപരി എനിക്ക് ഏറ്റവും അഭിമാനം തോന്നുന്നത് ഇവിടുത്തെ മേയർ റോബിൻ ഇലക്കാട്ടിനോടാണ്. ഒരിക്കൽ കൂടെ ഓണം ആശംസിച്ച് പ്രാർത്ഥനയോടെ ഈ കമ്മ്യൂണിറ്റിക്ക് എൻ്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു. താങ്ക് യു. താങ്ക് യു ടോം. അടുത്തതായി അവാർഡ് ദാന സെറമണിയാണ്. അതിനായി നമ്മുടെ സെക്രട്ടറി വിനീത് ഇറാനിക്കിനെ ക്ഷണിക്കുന്നു. So the awards are very appropriate for Onam. It's a Karshakasri Award. Harvest Festival I Onamthinu കൊടുക്കുന്ന അവാർഡാണല്ലോ കർഷകശ്രീ. This year, because of we were affected by a hurricane and a lot of us lost our gardens. Thankfully, we got some submissions by video, which we sent to a bunch of judges, and we got their results. The results have been tallied,
And we have 2 prizes. And before I go into that, I just want to bring a public service announcement. I need some help in the back. Anyone who's willing to help with serving, we need your help. So, for the gardeners, the first prize goes to Kurian Perumalasheri. And the second prize goes to Bijo Chapelin. I just want to add some comments that the judges mentioned. They were very impressed with the wide variety of vegetables that they have in the small backyards, in the small kitchen yards. Are either of the winners here? And the first prize for Kurian Perumalasheri was sponsored by our RDP, Anup Nalkarpurthe. It's a prize of $300. The second prize was sponsored by our own Supertech Baby Kaidamata, $200. I guess you guys will collect it from me later. So moving on, back to Smita. അടുത്തതായി വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിനായി ഞങ്ങളുടെ സർവീസ് കോർഡിനേറ്റർ ഡോക്ടർ നവീൻ പതീലിനെ ക്ഷണിക്കുന്നു. I'm really sorry, I forgot one more award. Over the summer we had a cultural competition here, Kana Idol, and we didn't give the first prize. Nessa Karpando. Congratulations, Nessa. Good evening, everyone. ആദ്യം തന്നെ എല്ലാവർക്കും ഒരായിരം ഓണാശംസകൾ. ഇവിടെ നിങ്ങൾ ഓരോരുത്തരും ഈ ഓണം ആഘോഷിക്കാൻ വന്നതിൽ ഈ ജനസംഖ്യ കാണുമ്പോൾ തന്നെ നമുക്കറിയാം
ഇവിടുത്തെ ഐക്യവും ഒരുമയും അതുപോലെ തന്നെ യൂണിറ്റിയും. ആദ്യം തന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ശ്രീ മനോജ് കെ ജെയിൻ സാറിനോട് താങ്ക് യു ഫോർ യുവർ പ്രസൻസ്. ഒരു ചെറിയൊരു തിരുത്തം ഉണ്ടാകും. എസ്.എച്ച്. മൗണ്ടൻ്റെ പ്രോപ്പർട്ടി അദ്ദേഹം, പക്ഷേ കേരളക്കാരുടെ മലയാള സിനിമ ലോകത്തെ അതുപോലെ തന്നെ എല്ലാ മലയാളികളുടെ പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. Thank you for your time. Thank you for your presence. We are very happy to foresee you being here for us. I also take this time to say thanks to our mayor, Mr. Robin Ellicott. As usual, we are very well honored with his presence in our own community. And not only that, being the mayor of Missouri City, we are very proud of this movement. We should really congratulate our new and upcoming young councillor, Mr. Tom Smith, showing his encouragement to join in the political and being part of the community itself shows how much is well known. കൂടുതൽ വാക്കുകൾ പറയുന്നില്ല. കേരളത്തിൻ്റെ മാത്രമായ ഓണം നമ്മൾ പ്രവാസികൾ ഇവിടെ വന്ന് അത് ആഘോഷിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഒരു ഒത്തൊരുമയുടെയും യൂണിറ്റിൻ്റെയും അതുപോലെ തന്നെ ഒരുമയുടെയാണെന്ന് കാണിക്കുന്നു. ഈ കൊറോണ രീതിയിൽ നടക്കുന്ന ഓരോ കോമ്പറ്റീഷൻസിലെ കോർഡിനേറ്റേഴ്സ്, പാർട്ടിസിപ്പൻസ്, വോളണ്ടിയേഴ്സ് എല്ലാവരുടെയും ഐക്യത്തിലാണ് ഇത് ഇത്ര നന്നായി പോകുന്നത്. I once again say thank you for every single individual who has been here with us and is encouraging us to go forward. Thank you. താങ്ക് യു നവീൻ. ഇതോടുകൂടി നമ്മുടെ മീറ്റിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഉടൻ തന്നെ നമ്മുടെ മൂന്നാമത്തെ ഫോറാനിയുടെ, അതായത് കോട്ടയം ഫോറാനിയുടെ കോമ്പറ്റീഷൻ ആരംഭിക്കുന്നതായിരിക്കും. താങ്ക് യു എവരിവൺ.